ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ചിക്കൻ കുഴിമന്തിയാണ്. ഈ ഒരു മന്തി ഉണ്ടാക്കാൻ കുഴിയും വേണ്ട, കുക്കറും വേണ്ട. അല്ലാതെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ കുഴിമന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, നല്ല ടേസ്റ്റുമാണ്. ഞാനിവിടെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ട് കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ്. മന്തി ഉണ്ടാക്കാൻ വലിയ റൈസ് തന്നെ എടുക്കണം. ഇനി അരി കഴുകി വൃത്തിയാക്കി 30 മിനിറ്റ് കുതിരാൻ വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് വലിയ ചെരുവത്തിൽ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 6 കഷ്ണം പട്ട, 8 ഗ്രാമ്പു, 8 ഏലക്ക, ഉണങ്ങിയ ഒരു ചെറുനാരങ്ങ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആയതിനു ശേഷം കുതിർത്ത് വെച്ച റൈസ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കൈ കൊള്ളാതെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചോറിൽ ഉപ്പ് അധികമാകരുത്. ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിക്കാം. ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ ഒഴിക്കാം. വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരി 3/4 ഭാഗം വേവാവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി അടച്ചു വെച്ച് കൊടുക്കാം. ഇത് ഇവിടെ ഇരുന്ന് റൈസൊക്കെ വെന്ത് വരട്ടെ. ഇനി മന്തിയിലേക്ക് വേണ്ട ചിക്കൻ 2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ മസാല എല്ലാം പുരട്ടി 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ്. ഇതിലേക്ക് എടുത്ത മസാലകൾ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ചെറുനാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് വേണമെങ്കിൽ റെഡ് കളർ ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. അടുപ്പ് കത്തിച്ച് ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായി വെച്ച് കൊടുക്കാം. അടുത്തടുത്തായി വയ്ക്കാം. മേലേക്ക് മേലെ വയ്ക്കരുത്. ചിക്കൻ തിരിച്ചിട്ട് വേവിക്കേണ്ടതാണ്. ചിക്കനിൽ നമ്മൾ കളർ ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ചിക്കൻ റെഡ് കളർ അല്ലാത്തത്. കാശ്മീരി മുളകിൻ്റെ കളർ മാത്രമേ ഉള്ളൂ, നാച്ചുറലാണ്. 1/4 കപ്പ് ഓയിൽ ഒഴിക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഒരു വലിയ കാപ്സിക്കം ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ഇതാണ് മാഗി ക്യൂബ്സ്. ഞാനിവിടെ 4 ചിക്കൻ ക്യൂബ്സാണ് ചേർക്കുന്നത്. ഇത് ചേർത്ത ചിക്കന് നല്ല ടേസ്റ്റാണ്. പൊട്ടിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ക്യൂബ്സിൽ ഉപ്പുള്ളതുകൊണ്ട് വേറെ ഉപ്പിടണ്ട. സവാളയും കാപ്സിക്കം മല്ലിയിലും ചിക്കൻ മന്തിയിൽ ചേർക്കാറില്ല. ഇതെല്ലാം ചേർത്ത് നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ചോറിൽ കാണില്ല കേട്ടോ, ചിക്കൻ്റെ കൂടെ അലിഞ്ഞ് ചേരും. ഇനി അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ചോറ് എന്തായെന്ന് നോക്കാം. 3/4 വേവായിട്ടുണ്ട്. ഇനി ഇറക്കി വെച്ച് ഊറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ വെന്തോന്ന് നോക്കാം. ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഈ ഒരു സൈഡും കൂടി ചിക്കൻ വെന്ത് വരട്ടെ. നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. മാഗി ക്യൂബ്സിൻ്റെയും സവാളയുടെയും കാപ്സിക്കം മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടിയുള്ള ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. ഇതെല്ലാം നല്ലവണ്ണം വെന്ത് ചിക്കൻ പിടിക്കട്ടെ. ഇതിൽ മന്തി മസാല ചേർത്തിട്ടില്ല. എല്ലാ ചിക്കനും മറിച്ചിട്ട് കൊടുത്തു. ഇനി അടച്ചു വെച്ച് കൊടുക്കാം. ചിക്കൻ 3/4 ഭാഗം വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി മസാലയെല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി ചോറിലെ വെള്ളമെല്ലാം പോയി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നല്ല ചൂടോടെ തന്നെ ചേർക്കുകയാണ്, ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ചോറിൽ പിടിക്കും. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം 5-6 പച്ചമുളക് നടു പൊളിക്കുകയൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ടൊന്നുമല്ല, പച്ചമുളകിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. മന്തി റെഡ് കളർ യെല്ലോ കളറൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിരിക്കും. യെല്ലോ കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾ കലക്കി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ നെയ്യും കൂടി അധികം ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു പാത്രത്തിൽ ചാർക്കോൾ കത്തിച്ച് വെക്കുന്നുണ്ട്. മന്തിക്കൊരു സ്മോക്കി സ്മെൽ വരാനാണ്. അതിൻ്റെ മേലെ അല്പം ഓയിൽ ഒഴിക്കാം. അപ്പോൾ നല്ലവണ്ണം പുകഞ്ഞു വരും. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ അടച്ചു വെച്ച് കൊടുക്കണം. 15 മിനിറ്റ് ദമ്മിടാം. 15 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം. ചാർക്കോളിൻ്റെ പ്ലേറ്റ് മാറ്റാം. വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് മാറ്റാം. എരിവിന് അടയ്ക്കുന്ന കടിക്കാൻ നല്ലതാണ്. കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ പീസും കൂടി മാറ്റാം. ചിക്കനൊക്കെ നല്ലവണ്ണം വെന്തിട്ടുള്ളത് കൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റി വെച്ച ചോറ് ഉരുളിയിലേക്ക് ഇടുകയാണ്. ഇനി ചോറൊന്നും ഉടഞ്ഞു പോകാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. ഇതിൻ്റെ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കളറൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി കുഴിമന്തി റെഡിയായി. ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് മന്തി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മയോണൈസിൻ്റെയും ടൊമാറ്റോ ചട്നിയുടെയും കൂടിയാണ് സെർവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ചിക്കൻ നല്ല സോഫ്റ്റാണ്. മുകൾ ഭാഗം മൊരിഞ്ഞ് ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയായി വീണ്ടും വരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.